ലിംഫെഡിമ അല്ലെങ്കിൽ ലിംഫാറ്റിക് ഫൈലേറിയാസിസ് പേഷ്യൻസ് ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ലിംഫെഡിമ അല്ലെങ്കിൽ ഫൈലേറിയാസിസ് ഉള്ള പേഷ്യൻസ് അവരുടെ കാലുകളിലെ നഖങ്ങൾ ചിലപ്പോൾ വളരെ കട്ടി കൂടിയത് കാരണം അവരത് നഖം വെട്ടാതെ ട്രിമ്മ് ചെയ്യാതെ വിടുന്നതായിട്ട് കാണുന്നുണ്ട്. നഖങ്ങൾ ട്രിമ്മ് ചെയ്യാതെ വിട്ട് കഴിയുമ്പം അത് വിരലുകളുടെ മാംസത്തിന്റെ അടിയിലേക്ക് വളർന്ന് അവിടെ ഇൻഫെക്ഷനൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. റെഗുലറായിട്ട് നെയിൽ ട്രിമ്മ് ചെയ്യണം. സാധാരണക്കാർക്കെല്ലാം വരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഉപ്പൂറ്റി വീണ്ടു കയറുന്നത്. ലിംഫെഡിമ അല്ലെങ്കിൽ ഫൈലേറിയാസിസ് ഉള്ള പേഷ്യൻസിന് ഈ മൈന്യൂട്ടായിട്ടുള്ള കാലുകൾ വിണ്ടു കീറിയാൽ പോലും അതിൽ കൂടെ രോഗാണുക്കൾ അവരുടെ കാലുകളിൽ കയറി അവർക്ക് കാലിൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സെല്ലുലൈറ്റിസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് നമ്മുടെ സ്കിൻ കൂടുതലായിട്ട് ഡ്രൈ ആവുമ്പോഴാണ് ഇങ്ങനെ കാലുകൾ വിണ്ടു കയറുന്നത്. ഇപ്പോഴും കാലുകളിൽ ഡ്രൈനെസ് കുറച്ചിട്ട് മോയ്സ്ചറൈസർ അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്യുകയോ ഓയിൽ അപ്ലിക്കേഷനൊക്കെ ചെയ്യുന്നത് ഇത് കുറയാൻ വേണ്ടി സഹായിക്കും. നമ്മുടെ ഈ പേഷ്യൻസ് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള സൈസിൽ ചെരുപ്പുകൾ കിട്ടുന്നില്ല. അപ്പൊ ഇപ്പൊ പല കമ്പനികൾ അല്ലെങ്കിൽ ചില കോബ്ലേഴ്സ് ഒക്കെ അങ്ങനെ അവരുടെ തന്നെ കാലിന്റെ അളവെടുത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ അവർ കോണ്ടാക്ട് ചെയ്തിട്ട് അവർ കറക്റ്റ് സൈസിലുള്ള ചെരുപ്പുകൾ ഇടുന്നത് ഇവർക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരുന്നത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ ഓരോ പ്രാവശ്യവും ഇവർക്ക് പനി അതായത് ഫൈലേറിയൽ ഫീവർ വന്നു കഴിഞ്ഞതിന് ശേഷം അവരുടെ ഏറ്റവും മോൾ ഭാഗത്തുള്ള ചർമ്മം ഇളകിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ചില പേഷ്യൻസ് അങ്ങനെ ചർമ്മം ഇളകി വരുമ്പോൾ അത് കൈ വെച്ച് അവർ വലിച്ചു ഇങ്ങനെ വലിച്ചു പറിക്കുമ്പോഴത്തേക്ക് അത് എന്ത് പറ്റി, ഈ സ്കിൻ അവിടെ പോയിട്ട് അവിടെ ചെറിയ മുറിവുകൾ വരും. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. സേഫ് ആയിട്ടുള്ള സിസേഴ്സ് ഉപയോഗിച്ച് നോക്കുക. സ്കിന്നിൽ കട്ടൊന്നും വരാത്ത രീതിയിൽ അത് മുറിച്ച് കളയുന്നത് കൂടുതൽ ഇൻഫെക്ഷൻ വരുന്നതെന്ന് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ലിംഫെഡിമ പേഷ്യൻസിന് അവരുടെ കാലിൽ അലർജി പോലെ വരാൻ ചാൻസ് ഉണ്ട്. എക്സിമ എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ ചൊറിച്ചിലുകളോ ഡ്രൈനെസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മൾ നഖങ്ങൾ ഉപയോഗിച്ച് സ്ക്രാച്ച് ചെയ്യരുത്. സ്ക്രാച്ച് ചെയ്യുമ്പോൾ അവിടെ അതൊരു മുറിവായിട്ട് വീണ്ടും ഫൈലേറിയൽ ഫീവറിലോട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ലിംഫെഡിമ പേഷ്യൻസ് കാലുകൾ ഇളം ചൂടുവെള്ളം സോപ്പ് ഉപയോഗിച്ച് കഴുകണം. നമ്മുടെ വിരലുകൾക്കിടയിൽ അല്ലെങ്കിൽ മടക്കുകൾക്കിടയിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഏരിയകളൊക്കെ നന്നായിട്ട് കഴുകുക. നന്നായിട്ട് ഇവിടെ എല്ലാം ഉള്ള വെള്ളം നമ്മൾ തുടച്ച് വൃത്തിയാക്കണം. നല്ല വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് വേണം എപ്പോഴും കാല് വൃത്തിയായിട്ട് തുടച്ചെടുക്കാൻ വേണ്ടി. നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് ഒപ്പിയെടുക്കാനേ പാടുള്ളൂ. നമ്മൾ അഗ്രസീവായിട്ട് തുണി ഇങ്ങനെ ഡ്രാഗ് ചെയ്യാൻ പാടില്ല മടക്കിൻ്റെ ഇടയിൽ. അത് അവിടെ നമ്മുടെ സ്കിൻ ഡാമേജ് ആവാൻ വേണ്ടി കാരണമാവും.